ജ്യേഷ്ഠാനുജന്മാരെന്ന് ഓർക്കാൻ വേണ്ടി പറയാന്ന് മാത്രം. ഒരു പെൺകുട്ടിയുടെ കോടതി വളപ്പിൽ വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് മുഖച്ചാരത്ത് വെച്ച് ചോദിച്ചു ഉദ്യോഗസ്ഥര്, മോളെ നിന്റെ ഉമ്മയാണ് കരയുന്നത്, നിന്റെ ഉമ്മ. ഇത് നടന്നൊരു വാക്യാത്ത പറയുന്നത്. ശൈഖുനാന്റെ ചാരത്തൊരു വാക്യാത്ത് പറയാ, മോളെ ഉമ്മയാണ് നിൽക്കുന്നത്, നിന്റെ ഉമ്മയാണ് കരയുന്നത്, നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. ഉടനെ ഈ പെൺകുട്ടി, ഞാൻ ഉമ്മാന്റെ കൂടെ പോവില്ല, ഞാന് അങ്ങനെ ഉണ്ടല്ല, ഇന്ന കാമുകന്റെ കൂടെയാ പോകുന്നത്, തുറന്നങ്ങ് പറഞ്ഞപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, കാരവന്മാരിവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ പിതാക്കളെ, ഈ ഉമ്മ, ഇത് നമ്മുടെ ജില്ലയിൽ നടന്ന ഒരു വാക്യാത്ത, സ്ഥലം ഞാൻ ഇപ്പൊ പറയണ്ട. ആ ഉമ്മ മകളുടെ കാൽക്കലേക്ക് വീണ രംഗം കാണും. മോളെ കാൽക്കലേക്ക് അങ്ങ് വീണിട്ട് രണ്ട് കാലങ്ങ് കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമ്പോ ഉമ്മയുടെ തല മകളുടെ രണ്ട് കാലിനിടയിലാണ്. ആ ഉമ്മ മോളെ എന്ന് വിളിക്കുക എന്തിനാന്നറിയോ? പെറ്റ ഉമ്മാനെ, വളർത്തിയ വാപ്പാനെ വലിച്ചെറിഞ്ഞ് ഒരു നിലക്കും കുഫു വെക്കാത്തൊരു ചെക്കന്റെ കൂടെ ഇറങ്ങുന്നത്, ഒരു നിലക്കും കുഫു വെക്കാത്തൊരു ചെക്കന്റെ കൂടെ. കരയാതിരിക്കോ, പെറ്റ തള്ളയല്ലേ. ആ ഉമ്മ മോളെ എന്ന് വിളിക്കുമ്പോ ആ മകള് ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടുന്നത് കാണുന്നത്. അതാണ് ഇന്ന് കാണാൻ വയ്യ. ആ ഉമ്മയുടെ മാറിടത്തിൽ 2 കൊല്ലത്തോളം ഈ മകൾക്ക്, ഈ മോൾക്ക് മുലപ്പാല് കൊടുത്ത ഉമ്മ ആ ഉമ്മയുടെ മാറിടത്തിൽ അങ്ങ് ചവിട്ടിയിട്ട് അവസാനം വിട്ടില്ല. ഉമ്മ ചവിട്ടിയപ്പോൾ ആ ഉമ്മ കാല് വിട്ടില്ല, മോളെക്കാല്. പക്ഷേ ഉമ്മയുടെ മുഖത്ത് ചവിട്ടി, മുഖത്തെ ചവിട്ടി തെറുപ്പിച്ച് ആ പെൺകുട്ടി ഒരുത്തന്റെ കൂടെ ചാടിപ്പോവുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, എവിടെയാണ്, എന്താണ് സ്ഥിതി? ഏത് ഉമ്മയാ ചവിട്ടുന്നത്? നമ്മൾ ഓർത്തിട്ടുണ്ടോ? ഏത് ഉമ്മയാണ് മൂർച്ചയുള്ളൊരു കത്തി കൊണ്ടുവന്ന് നമ്മുടെ മാറിടത്തിലുള്ള എല്ലുകൾ ജീവിച്ചിരിക്കെ, ഹയാത്തുണ്ടായിരിക്കെ, ഈ ഇരിക്കുന്ന നമ്മൾ പറയുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ നെഞ്ചത്തുള്ള എല്ലുകളെങ്ങാനും ഒരു മനുഷ്യൻ കൊത്തി നുറുക്കുന്നുവെങ്കിൽ നമ്മുടെ വേദന എത്രയായിരിക്കും? അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടല്ലേ നമ്മുടെ ഉമ്മ നമ്മ പ്രസവിച്ചത്? അത് ഞാനാവട്ടെ, നിങ്ങളാവട്ടെ, ഇരിക്കുന്ന നമ്മളെല്ലാവരെയും നമ്മുടെ ഉമ്മ പ്രസവിച്ചത്. അത് സംശയമുണ്ടോ? മരണത്തെക്കാളും വലിയ വേദന എന്നൊക്കെ പറഞ്ഞ ചെറിയ വിഷയമല്ല പ്രസവ വേദന. അതോടുകൂടെ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ബ്ലേഡ് എടുത്ത് ഞരമ്പ്, നമ്മുടെ തൊലി മുറിച്ച് ഞരമ്പുകൾ 10-25 ഞരമ്പുകൾ അങ്ങനെ ഊരി ജീവനോടെ, ഇപ്പൊ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ എന്റെ ശരീരത്തിൽ നിന്നൊരു 10 ഞരമ്പുകൾ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, ഒരു 10 ഞരമ്പ് അങ്ങനെ വലിച്ചെടുത്താൽ എന്റെ വേദന എന്തായിരിക്കും? അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ